ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 313. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 6ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 22 വരെയുള്ള മന്ത്രങ്ങളാണ്, 23 വരെയുള്ള മന്ത്രങ്ങളാണ്. അപ്പോൾ ഇതിലും ആ പരമാത്മാവിനെ പറ്റി തന്നെയുള്ള പരാമർശം തന്നെയാണ്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ അല്ലെ പരബ്രഹ്മ പുരുഷോത്തമൻ പരമേശ്വരൻ, അല്ലെ ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ശാസ്ത്രലോകം അന്വേഷിച്ചല്ലോ. നമ്മളെല്ലാം ചിന്തിക്കുന്നില്ലേ ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്? ആ ഉണ്ടായ സാധനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ലെ ഇവിടെ പരബ്രഹ്മ പരമേശ്വരൻ നല്ല എടുക്കാം. ആ രൂപവും ഭാവവും ഇല്ലാത്ത ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ പറ്റാത്തത്. കണ്ടെത്തണ്ടെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളെ കൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം. അത് പറ്റില്ല, കാരണം അതിന് രൂപമില്ല, ഭാവമില്ല, രുചിയില്ല, ഒരു ഗുണവും ഇല്ലാതെ അതിനെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? അതുകൊണ്ട് ശാസ്ത്രലോകം കണ്ടെത്താതെ വിട്ടു. വേദങ്ങൾ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. എന്തോന്നുണ്ടായിരുന്നു, ആ അർത്ഥത്തിലെടുത്താൽ മതി. അതിന് ഒരു ഗുണവുമില്ല. അതാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ 16 പറയുകയാണ്, എന്നെന്നും നിൽക്കുന്ന ആ പരബ്രഹ്മ പരമേശ്വരൻ അതെന്നെന്നും നിലനിൽക്കും, അതിന് നാശമില്ല. അതിൽ നിന്ന് ഒരു ചെറിയ അംശം പ്രപഞ്ചമായി മാറും, പിന്നെ അതിൽ തന്നെ പോയി ലയിക്കും പ്രളയകാലത്ത്. അപ്പം അതെന്നും നിലനിൽക്കുന്ന, അതാണ് സനാതനം, എന്നെന്നും നിലനിൽക്കുന്നത്. അത് ലോകത്തിലെ വേറെ ഒരു ഗ്രന്ഥങ്ങളും പറയുന്നില്ല, വേദം മാത്രമേ അത് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് വേദത്തെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അത്രയേ അതിനർത്ഥമുള്ളൂ. ഈ ജഗത്തിൻ്റെ രചയിതാവും സർവജ്ഞനും, അതാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. പ്രപഞ്ചമായി മാറുന്നത് എന്തിലൂടെയാണ്? സയൻസിലൂടെയാണ്. അതുകൊണ്ട് സർവജ്ഞനും, എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്. അതിൽ നിന്നാണ് സയൻസ് ഉത്ഭവിച്ചത്. തന്നെ പലതായി പ്രകടമാക്കുന്നതിൽ ഹേതുവുമാണ്. അതെന്തായി തീർന്നു? അത് തന്നെ പല രൂപത്തിൽ പ്രത്യക്ഷമായി. ഇപ്പം എനിക്ക് തന്നെ പല രൂപത്തിൽ പ്രത്യക്ഷമാകാം. വേണമെങ്കിൽ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഒരു മുടിയെല്ലാം വെച്ച് കെട്ടിയിട്ട് ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരാം, സാരിയെല്ലാം ഉടുത്ത് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ്റെ വേഷത്തിൽ വരാം, പിന്നെ ഒരു കള്ളൻ്റെ വേഷത്തിൽ വരാം. ഇതേപോലെ ബ്രഹ്മം തന്നെയാണ് ഇവിടെ എല്ലാമായിട്ട് പല രൂപത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണക്കാരൻ അവൻ തന്നെയാണ്. അദ്ദേഹത്തെ സ്വയം പ്രത്യക്ഷമാക്കുന്നതിന് പിന്നിൽ വേറെ കാരണങ്ങളൊന്നുമില്ല. അതിൻ്റെ പിന്നിൽ ആരും പ്രവർത്തിക്കുന്നില്ല. പ്രപഞ്ചമുണ്ടാക്കാൻ അതിനെ ആരും പ്രേരിപ്പിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ തോന്നി ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന്. അങ്ങനെ അതൊരു പ്രപഞ്ചമുണ്ടാക്കുന്നു, ഒരു സയൻസ് ഉണ്ടാക്കുന്നു, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രപഞ്ചമുണ്ടാക്കുന്നു. കാലം കഴിയുമ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ലയിപ്പിക്കുന്നു, പിന്നെയും ഉണ്ടാക്കുന്നു. അപ്പം അതിൻ്റെ പിന്നിൽ വേറെ കാരണമൊന്നുമില്ല, അത് തന്നെയാണ് കാരണക്കാരൻ. അവൻ കാലത്തിൻ്റെ കാലനാണ്. അപ്പം കാലം എത്ര കാലം നിലനിൽക്കും? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് കഴിഞ്ഞാൽ പ്രളയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല. പക്ഷെ അന്നേരം അതുണ്ട്. അതുകൊണ്ട് അത് കാലത്തിൻ്റെയും കാലനാണ്. കാലത്തിന് പോലും അദ്ദേഹത്തിൻ്റെ സമീപം എത്താനാവില്ല. കാരണം കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലേ ഉള്ളൂ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അത് ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബ്രഹ്മത്തിൻ്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എത്ര വർഷം വരെ അതുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോൾ അത് ഉണ്ടായെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥവും ഇല്ല, ഉത്തരമൊന്നുമില്ല. അതുകൊണ്ട് അത് കാലത്തിൻ്റെ കാലനാണ്. കാലത്തിന് പോലും അദ്ദേഹത്തിൻ്റെ സമീപം എത്താനാവില്ല. അവൻ കാലത്തിന് അധീതനാണ്. കാലുമായിട്ട് അതിനൊരു ബന്ധവുമില്ല, അതങ്ങനെ നിൽക്കുന്നു. നമ്മളെ ശരീരത്തിൽ ഒരു കുരു ഉണ്ടാകുന്നത് പോലെ ഇവിടെ ഒരു കുരു ഉണ്ടാവും. ഞാൻ പോലും ചിലപ്പോൾ അറിയില്ല, ഇവിടെ ആയതുകൊണ്ട് ചിലപ്പം കാണും. പിന്നിലാണെങ്കിലോ നമ്മൾ പോലും അറിയുന്നില്ല ഒരു കുരു ഉണ്ടോ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം.
തപ്പാൻ പറ്റാതെ ഇപ്പം കൈ എത്താത്ത സ്ഥലത്തെല്ലാം ഉണ്ടല്ലോ, നമുക്കറിയാൻ പറ്റുമോ? അപ്പം അതുപോലെ അതിലൊന്നും താല്പര്യമൊന്നുമില്ല. അതിന് കാലത്തിനതീതനാണ് അവൻ. സൗഹൃദം, പ്രേമം, ദയ മുതലായ ഗുണങ്ങളാൽ സമ്പൂർണനാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ലോകമുണ്ടാക്കിയത് നമുക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ അതിനു വേണ്ടിയല്ല. അതിവിടെ എന്ത് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് അതിനു വേണ്ടിയിട്ടൊന്നുമല്ല. അതിലൊരു കാര്യമില്ല. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തന്നത്. അതെടുത്ത് അതിനെ കൊടുക്കാൻ അതിനെന്തിനാ ഇതെല്ലാം? അത് തന്നെ ഉണ്ടാക്കിയതാണ് ഇവിടെ. അതുകൊണ്ട് ഈശ്വരന് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പാല്, നെയ്യ്, അഭിഷേകം ഇതെല്ലാം കൊടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അതിന് ഇതിലൊന്നും താല്പര്യമില്ല. അത് ഇതിൻ്റെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു പൊടിക്ക് തുല്യമേ ഉള്ളൂ. അതിനെപ്പറ്റി അതവിടെ ചിന്തിക്കാനിരിക്കുന്നു. അതിന് ചിന്തകളും ഇല്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിപ്പോൾ ഒരു പശുവിനെ മുമ്പ് കെട്ടിയിട്ട്, അല്ലെങ്കിൽ പോട്ട് ഒരു പോത്ത്, ഒരു കാളേനെ മുമ്പ് കെട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ മന്ത്രങ്ങളിൽ ഉരുവിട്ട് അത് കെട്ടിയിട്ട് അതിനെന്താ കാര്യം? ഇപ്പം അമ്പലത്തിൽ ആനേനെ കൊണ്ട് നിർത്തുന്നുണ്ട്, എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ചെണ്ട കൊട്ടുന്നുണ്ട്, ഇതെല്ലാം എന്തെല്ലോ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആത്മീയെന്നും പറഞ്ഞ് ചെയ്യുകയാണ്. ആനക്കിൻ്റെ അകത്ത് എന്ത് കാര്യം? ആന അവിടെ അങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ ഇവിടെ നിങ്ങൾ നമ്മൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നതിലൊന്നും ഒരു താല്പര്യവും ബ്രഹ്മത്തിനില്ല. നമ്മൾ ചുമ്മാ എന്തെല്ലോ ഗോഷ്ഠികൾ കാട്ടുന്നു. ആനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഒരു ചവിട്ടും കൊടുക്കും. അങ്ങനെയാണ് ആന വരണ്ട് എന്നെല്ലാം പറയുന്നത്. എല്ലാതേരം അത് ഇതൊന്നും ഇല്ലാതെ മാതിരി അങ്ങനെ അങ്ങ് നിൽക്കും. അത്രയേ ഉള്ളൂ ബ്രഹ്മം. അതുകൊണ്ട് ഈ കൊടുക്കുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. പക്ഷെ നമ്മൾ ബ്രഹ്മത്തിന് കൊടുക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് ഈശ്വരൻ. നമ്മൾ കൊടുക്കുന്ന ബ്രഹ്മം എന്തെല്ലാമായി തീർന്നോ ആ 33 ദേവതകൾ, നമ്മളും ദേവതകളാണ്. കുറേ ശക്തികളുണ്ട് ഇവിടെ. സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി, സൃഷ്ടി എല്ലാത്തിനും ഒരു ശക്തിയാണ് സൃഷ്ടി നടത്തുന്നത്. ഇപ്പം അണ്ടവും ബീജവും കൂടി ചേരുമ്പോൾ ഒരു ശക്തി വിശേഷമാണ് അവിടെ എല്ലാം യോജിപ്പിച്ചിട്ട് കുട്ടീനെയാക്കി മാറ്റുന്നത്. ആ ശക്തി വിശേഷം മനുഷ്യരൂപമൊന്നുമല്ല. ആ ശക്തി വിശേഷത്താണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെന്നെല്ലാം പറയുന്നത്. നമ്മൾ ഇതിനെയെല്ലാം എടുത്തിട്ടാണ് ഈശ്വരനായിട്ട് എടുത്തിട്ട് എന്തെല്ലോ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ആ സങ്കല്പം തന്നെ തൊട്ടാണ്. കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതിന്? ആ ബ്രഹ്മത്തിന്. ലോകത്തിൽ കാണുന്ന നല്ല ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളുടെ ഒരംശം മാത്രമാണ്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഗുണം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഗുണത്തിൻ്റെ ഒരു അംശമാണ് അതിലൂടെ പുറത്തേക്ക് വരുന്നത്. കാരണം അദ്ദേഹം തന്നെയാണ് പ്രമോദമായിട്ട് വരുന്നത്. ഇപ്പം പ്രമോദിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗുണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്, ഒരു അംശമാണത്, ഒരംശം മാത്രമാണ്. സർവജീവികളുടെയും കർമ്മങ്ങൾ അദ്ദേഹത്താൽ സംഭവിക്കുന്നു. നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് അദ്ദേഹത്താൽ സംഭവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക? മാനേജ്മെന്റിലെ ഒരു തത്വമാണത്. എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് ആൻ ഓബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. സൃഷ്ടിക്കുന്ന ആ ശക്തിക്ക് ആ ശക്തി എന്ന് പറയുന്നത് മനുഷ്യരൂപം ഒന്നും എടുക്കണ്ട. മനുഷ്യരൂപം ഇങ്ങ് ചെറിയ ഈ ഞാൻ പറഞ്ഞ ശരീരത്തിലെ ഒരു കുരുവിൻ്റെ അകത്തുള്ള കോടിക്കണക്കിലുള്ള അംശത്തിലൊരംശമാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളെ ശരീരത്തിൽ കുരു ഉണ്ടാകുന്ന പറഞ്ഞാൽ വളരെ ചെറുത്. ആ കുരു പ്രപഞ്ചമാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മനുഷ്യൻ്റെ അളവ് എത്രയുണ്ടാവും? അത്രയേ ഉള്ളൂ. അപ്പം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ കർമ്മവും തീരുമാനിച്ചത് തന്നെയാണ്, അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുക. അപ്പം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നതും അത് തന്നെയാണ് വന്നിട്ട് ഞാനായി വന്നിട്ട് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഇതെല്ലാം പറയുന്നത്. എല്ലാ കർമ്മവും അദ്ദേഹം അറിയുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളും അദ്ദേഹം തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന്. അത് അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അദ്ദേഹം എല്ലാറ്റിൻ്റെയും സ്വാമിയാണ്. ആ പരമേശ്വരൻ എല്ലാറ്റിൻ്റെയും സ്വാമിയാണ്. അതുകൊണ്ട്
എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനമായ സത്വരജോ തമോ ഗുണങ്ങളുടെ നിയന്ത്രണവും അദ്ദേഹത്തിലാണ്. നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നതിന് 3 തരത്തിലാണ് കർമ്മം ചെയ്യുക. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. സത്വ രജോ തമോ ഗുണത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ആ കർമ്മങ്ങളെല്ലാം അദ്ദേഹം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ വേണം കർമ്മം ചെയ്യാൻ. ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ ജനന മരണ സംസാര ചക്രത്തിലെ ജീവികളെ കർമ്മങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ജനന മരണ ചക്രത്തില് നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു. ജനിക്കുന്ന എന്തിനു വേണ്ടി? ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കർമ്മം കഴിയുമ്പോൾ മരിക്കുന്നു. പിന്നെ അടുത്ത യുഗത്തിൽ പിന്നെ ജനിക്കുന്നു, പിന്നെ മരിക്കുന്നു. കാരണം ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിഞ്ഞിട്ടുള്ള എനിക്ക് 100 വർഷം കഴിഞ്ഞിട്ടുള്ള കാലത്തെ എഞ്ചിനീയറിങ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അന്നത്തെ സയൻസ് എന്ന് പറയുന്നത് എത്രയോ മാറിയിട്ടുണ്ടാവും. ഞാനിന്ന് പഠിച്ച എഞ്ചിനീയറിങ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് യോജിച്ചതാണ്. ഒരു 100 വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് പഠിക്കുന്നതൊന്നും ചിലപ്പോൾ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കലായിരിക്കില്ല. ഗുളിക ഉണ്ടാവും, തെർമോഡൈനാമിക്സ്. ഒരു ഗുളിക എടുത്ത് തിന്നു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് നമ്മളെ മെമ്മറിയിലെല്ലാം ഫില്ലാവും. അങ്ങനെയായിരിക്കും അന്ന്. അപ്പം എല്ലാ മനുഷ്യനും അത് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? അന്നത്തെ മനുഷ്യന് പിന്നെ ചിലപ്പോൾ തെർമോഡൈനാമിക്സ് അറിയേണ്ടി ഗുളിക വാങ്ങി കഴിച്ചാൽ മതി, അല്ലാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധിയിൽ അത് കയറി ഫില്ലായിക്കോളും. അങ്ങനത്തെ ഒരു ലോകത്തിൽ നമുക്ക് ഇന്നത് പോയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോഴെന്ത് ചെയ്യുന്നു? എന്നെ ഈ കാലത്തിൽ ചെയ്യേണ്ട കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്നെ അങ്ങ് തട്ടും. എന്നിട്ട് അടുത്ത ജന്മത്തിൽ ജനിപ്പിച്ചിട്ട് ആ കാലത്തിലുള്ള സയൻസ് അടക്കം ഞാൻ പഠിക്കേണ്ടി വരും. അതിനാണ് തട്ടിയിട്ട് ജനിപ്പിക്കുന്നത്. കാലം മറിയുന്ന അനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നു, പിന്നെ ആദ്യം ജനിക്കുന്നു. അവിടെ നിന്ന് ആ സാഹചര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് അതിനുവേണ്ടിയാണ് ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ട്? സംസാര ചക്രത്തിൽ ജീവികളെ കർമ്മങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു, അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, ഒടുവിൽ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്യും. നമ്മളെ കർമ്മങ്ങൾ തീരുമ്പോൾ നമ്മളെ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കും. അതും അദ്ദേഹത്തിൻ്റെ കൃപയാൽ തന്നെ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് കർമ്മത്തിൽ നിന്ന് മുക്തമാക്കുന്നത്? നമുക്ക് കർമ്മം തീരുന്നവരെയാണ് നമ്മൾ ജനിപ്പിക്കുന്നത്. ഈ ജന്മം കഴിഞ്ഞാൽ ഇനി എനിക്ക് കർമ്മമില്ല എന്ന് വെച്ചോളൂ. അടുത്ത ജന്മത്തിലൊന്നും എനിക്ക് ചെയ്യാൻ ഒരു ജോലിയില്ല എന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഇന്ന് മുതൽ എൻ്റെ കർമ്മമെല്ലാം തീർന്നു. യൂട്യൂബ് ഇന്ന് വരെ അപ്ലോഡ് ചെയ്യേണ്ടു, അത് തീരുമാനിക്കണം. ഇനി ഇവനെ കൊണ്ട് അപ്ലോഡ് ചെയ്യണ്ട, വേറെ വല്ലവരും ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നിൽ അപ്ലോഡ് ചെയ്യാനുള്ള ആഗ്രഹം നിൽക്കും. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എന്ത് ഇത് ഈ മണ്ണാങ്കട്ട ഇതെന്തിന് ചെയ്യുന്നു എന്നങ്ങ് എനിക്ക് തോന്നും. വേറെ മണ്ടത്തരങ്ങളിലൊന്നും അർത്ഥമില്ല. ഈ പ്രപഞ്ചം തന്നെ മിഥ്യയാണ്. വെറുതെ ആ ശക്തി എന്തല്ലോ കാട്ടിക്കൂട്ടുന്നു. ഞാൻ അതിനനുസരിച്ച് ഇതുവരെ ചെയ്തു. മതി, ഇനിയൊന്നുമില്ല. കാരണം എന്നിൽ തോന്നലുണ്ടാകുന്നില്ല. യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നില്ല, മടുപ്പ് വന്നു. ഭക്ഷണം കഴിക്കാനും തോന്നൂല്ല, എന്ത് ഭക്ഷണം. ഉടുപ്പിടാനും തോന്നൂല, എന്ത് ഉടുപ്പ്, എന്ത് ഭാര്യ മക്കള്. ഉടനെ ഉടുപ്പെല്ലാം വലിച്ചു കയറിയിട്ട് ഞാനങ്ങ് അതിൻ്റെ വഴിയിലേക്ക് പോകും. എവിടത്തേക്ക്? മനസ്സ് ബ്രഹ്മസമാനമാകും. ബ്രഹ്മത്തിനെന്തില്ല? വിചാരങ്ങളില്ല, ഒരു ചിന്താഗതിയുമില്ല, ഒന്നുമില്ല. ആ അവസ്ഥയിലേക്ക് ഞാനും അങ്ങാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപയാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ജീവികൾക്ക് മുക്തിയും ലഭിക്കുന്നു. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുക്തി ലഭിക്കുള്ളൂ. ആത്മീയം എന്ന് പറയുന്നത് അപ്പോൾ ആർക്കേ ഉള്ളൂ? അത് വിചാരിച്ച ആൾക്കാരെ അവരുടെ അടുത്ത് കൊണ്ടുപോകും, അത്ര തന്നെ. അല്ലാതെ നമുക്ക് ആത്മീയതയൊന്നും കണ്ട് നടക്കണം. നമ്മളെ ജീവിതം കർമ്മമാർഗമാണ്. കർമ്മം ചെയ്തിട്ട് ഈ ലോകത്തിൽ നമ്മളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാൻ അതങ്ങ് ചെയ്തോളൂ. 2 തരത്തിൽ ജോലി ചെയ്യാം. ഞാനെന്ന ചിന്ത വെച്ചിട്ട് ചെയ്യാം. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക്, എൻ്റെ ആൾക്കാർക്ക്
മറ്റവന് കൊടുക്കൂല. ഇങ്ങനെയെല്ലാം വരുമ്പോൾ അത് അജ്ഞാനത്തിൽ അകപ്പെട്ടുകൊണ്ട്, മായയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണ്. എന്നാൽ ബുദ്ധി വികസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ആശാൻ കളിപ്പിക്കുന്നതാണ്, പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇതാ പിടിച്ചോ എന്നും പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കുന്നു. അതാണ് കർമ്മമാർഗം. എന്തും അതിനായിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ദുഃഖമില്ല. യൂട്യൂബ് നാളെ മുതൽ ഞാൻ നിർത്തിയാൽ എനിക്ക് ദുഃഖമില്ല. നേരെ മറിച്ച് എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കാരണം എൻ്റെ മൊബൈൽ വർക്കാകുന്നില്ല, അപ്പം എനിക്ക് ആകെ ടെൻഷനാണ്. അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ അടുക്കും, പകുതിയായി പോയല്ലോ എന്നുള്ള സംഗതി. നേരെ മറിച്ച് അതല്ല, അതാണ് എന്നെ കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മൊബൈൽ കേടായാൽ എനിക്കൊരു പ്രശ്നമില്ല. അത് അതിന് തോന്നിയിട്ടുണ്ട് ഇനി ഇവൻ ചെയ്യണ്ടെന്ന്, അതുകൊണ്ട് ആ മൊബൈൽ മതി, അവിടെ അങ്ങ് നിർത്താം, അത്രയേ ഉള്ളൂ. ഒരു ടെൻഷനും ഇല്ല. ഇതാണ് കർമ്മമാർഗം, നിസ്വാർത്ഥ കർമ്മം. വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. ഇനി 17. ആ പരബ്രഹ്മ പുരുഷോത്തമൻ ജഗത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. അവൻ തന്നെയാണ് ആ നിർഗുണമായ ഒരു രൂപമില്ലാതെ തന്നെയാണ് ഒരു ദിവസം തോന്നി ഒരു ജഗത്തിന്റെ രൂപത്തിൽ ഇങ്ങ് പ്രത്യക്ഷപ്പെടാമെന്ന്. അപ്പൊ ആ പ്രത്യക്ഷപ്പെട്ടതും അത് തന്നെയാണ്. അപ്പൊ കാണുന്നതിലെല്ലാം അതിനെ ബ്രഹ്മത്തെ ദർശിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുക. കാരണം ആ ബ്രഹ്മം തന്നെയാണ് ഒരു ദിവസം തോന്നി ഒരു വേഷം എല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ വരാമെന്ന്. അങ്ങനെ വേഷം കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു, പ്രമോദായിട്ടും വന്നു, പലതായിട്ടും വന്നു. അതേസമയം അമൃതസ്വരൂപനാണ്. യഥാർത്ഥത്തിന്റെ അതിന്റെ സ്വരൂപം എന്താണ്? അമൃതസ്വരൂപം. അമൃതസ്വരൂപം എന്ന് പറഞ്ഞാൽ കാമായിട്ടുള്ള അവസ്ഥ, മനസ്സ് ഏറ്റവും കാമമായിരിക്കുന്ന അവസ്ഥ. ഏകരസത്തോടു കൂടിയവനുമാണ്. അവന് ഒരൊറ്റ രസമേ ഉള്ളൂ. എന്താണ് ആ രസം? ആ അമൃതസ്വരൂപമാകുന്ന രസം. ഈ ജഗത്ത് സൃഷ്ടിസ്ഥിതി സംഹാരത്താൽ പരിവർത്തന രൂപമാണെങ്കിലും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, അവസാനം മരിക്കുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരത്താൽ പരിവർത്തനം ചെയ്തുകൊണ്ട് രൂപമാണെങ്കിലും അദ്ദേഹത്തിന് പരിവർത്തനമൊന്നുമില്ല. ആ നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. അത് ഉണ്ടാക്കി അത് പ്രപഞ്ചമത്തില് ഈ രൂപത്തിൽ വരുമ്പോൾ അതിന് പരിവർത്തനം സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതില്ല. ഈ ലോകത്തിലെ എല്ലാ ലോകപാലകന്മാരിലും അദ്ദേഹം അന്തരാമിയായിരിക്കും. ഈ ലോകത്തെ പരിപാലിക്കുന്ന ആരെല്ലാം ഉണ്ടെങ്കിലും, ഏത് ശക്തി ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ആ ശക്തി അന്തരാമിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ശക്തി തന്നെയാണ് അവനായി വന്നത്, അവൻ്റെ അകത്ത് ഇരിക്കുന്നതും അവൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. എങ്കിൽ പിന്നെ എല്ലാം നല്ല ഭരണാധികാരികൾ പോരെ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല സൃഷ്ടിക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. പാപവും പുണ്യവും ഉണ്ട്, നല്ല ആളുമുണ്ട്, മോശ ആളുണ്ട്, എല്ലാം അത് തന്നെയാണ് വരുന്നത്. ആ കാലചക്രത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒരു കാലത്തുള്ള നല്ലത് അടുത്ത കാലത്തിൽ മോശമായി മാറും. ഗോത്ര കാലഘട്ടത്തിലുള്ള നിയമങ്ങളെല്ലാം അടുത്ത കൊളോണിയലിസത്തിലുള്ളത്. അപ്പം കാലം മാറുന്നതനുസരിച്ച് മറ്റേത് പഴഞ്ചനാകും. അപ്പൊ ശരി തെറ്റ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ചാണത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും അതാത് കാലത്തെ ലോകപാലകരില് അദ്ദേഹം അന്തരാമിയായിരിക്കുന്നു. അതുകൊണ്ടാണ് അസുരന്മാരെല്ലാം മരിക്കുമ്പോൾ നേരെ അദ്ദേഹത്തിലേക്ക് പോയി ചെല്ലുന്നത്. അദ്ദേഹം തന്നെയാണ് അസുരനായിട്ട് വന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിന് ഒരു കാലത്ത് വരുമ്പോൾ ആ കാലത്തിന് യോജിച്ചതായിരിക്കും, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ കാലത്തിന് പറ്റാതെയായിത്തീരും. അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകും, അത്രയേ ഉള്ളൂ. സർവജ്ഞാനിയായ അദ്ദേഹം തന്നെ ബ്രഹ്മാണ്ടത്തെ സംരക്ഷിക്കുന്നു, അവയെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊന്നിനും ഈ ജഗത്തിന്മേൽ അധികാരമില്ല. അപ്പൊ ഈ ജഗത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന്റെ ഇച്ഛയനുസരിച്ച് അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. ദുര്യോധനാദികളായിട്ട് വന്നിട്ട് ആ രാജ്യത്തെ കുറെ കാലം ഭരിച്ചതും കാലം കഴിയുമ്പോൾ അത് അതിനെ എടുത്ത് മാറ്റിയിട്ട് മറ്റേ പക്ഷത്ത് ചേരുന്നു, മറ്റേ പക്ഷത്തെ ആക്റ്റീവാക്കുന്നു. അത്രയേ ഉള്ളൂ, കാലത്തിനനുസരിച്ച്. അതുകൊണ്ടാണ്
ആ സമയത്തുന്നത് വരെ അത് അങ്ങനെ ഇരിക്കും. കണ്ടിട്ടില്ലേ കഥകളിലെല്ലാം ശിവൻ പ്രത്യക്ഷാവില്ല, എന്ത് അധർമ്മം അങ്ങ് കൊട്ടിക്കുത്തി വാങ്ങി ഒരു കണ്ണും തുറക്കാതെ ഇരിക്കുക, അടിയിരുന്ന് കാട്ടട്ടെന്ന്. കാരണം അദ്ദേഹം തന്നെയാണ് വന്നിട്ട് ഇതെല്ലാം കാട്ടുന്നത്. സമയത്തുമ്പം വേറൊരു അഭിനയിക്കണം. അപ്പോൾ അതങ്ങ് തട്ടും, വേറൊരു പക്ഷത്ത് കിടന്ന് അത് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കെന്ത് വരിക, ഇതെല്ലാം മണ്ടത്തരമാണ്, ഇതിലാണല്ലോ നമ്മൾ കെട്ടി തലയിട്ട് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിജ്ഞാനികൾ മതിയാക്കിയിട്ട് നിന്റെ കളി ഭയങ്കര തന്നെ, ഞാൻ ഇതാ നിന്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞ് ഈ കളിയിൽ നിന്നും വേറിട്ട് പോകും. ഇനി 18, ആ പരമേശ്വരനെ പ്രാപിക്കുവാനുള്ള ഏക വഴി അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയാണ്. അദ്ദേഹത്തെ പ്രാപിക്കാനും പിന്നെ ഒരു വഴിയേ ഉള്ളൂ, അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചോളൂ. കാരണം അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ കളിയിൽ നിന്നും വിട്ടുപോകാൻ പറ്റുള്ളൂ. അദ്ദേഹം കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്, നമ്മൾ കളിച്ചേ പറ്റൂ. അദ്ദേഹത്തോട് എന്നെ ശരണം പ്രാപിക്കുക, എന്നെ ഒന്ന് ഇതിൽ നിന്ന് മതിയാക്കി അങ്ങോട്ടേക്ക് എടുത്താൽ ശരണം പ്രാപിച്ചാൽ അദ്ദേഹത്തിന് തോന്നിയാണെങ്കിൽ നടക്കും. യാതൊരു പരമേശ്വരൻ തൻ്റെ ദാംഭി കമലത്തിലൂടെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് അദ്ദേഹത്തിന് വേദങ്ങൾ ഉപദേശിച്ചുവോ, അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ് വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം തന്നെയാണ് ബ്രഹ്മാവ്. നാഭിയിൽ നിന്നിപ്പോൾ എൻ്റെ നാഭിയിൽ നിന്നിപ്പോൾ ഒരു ചെറിയ ഒരു ഭാഗം ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയല്ലേ. ഇപ്പം നാഭിയിൽ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു കുരുമാരിയെല്ലാം കാണും, അത് പിന്നെ ഞാൻ തന്നെ അല്ലാതെ ആരാണ്. അതുമാതിരി ബ്രഹ്മാവ് ഇങ്ങനെ വന്നിട്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞത്, ആ ശക്തി വിശേഷം. ആ ബ്രഹ്മാവിന് വേദം ഉപദേശിച്ചു. വേദം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ സയൻസിലൂടെയാണ്. വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്, ജ്ഞാനമാണ്. ഇലക്ട്രോണും പ്രോട്ടോണിലൂടെ കൂടെ തന്നെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കാര്യമല്ലേ. ആ സയൻസിലൂടെ തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സയൻസ് വന്നിരിക്കുന്ന ആരാണ്? ഈ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ. അപ്പം നമ്മളിത് സയൻസുമായിട്ട്, ആത്മീയതക്ക് സയൻസുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള ആരെങ്കിലും പറയുന്നുണ്ട്, അവന് വിവരമില്ല. കാരണം പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു. സൃഷ്ടിക്ക് വേദങ്ങൾ ഉപദേശിച്ചു. വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തുക. വേദം എന്താണ്? സൃഷ്ടി നടത്തിയ എന്തിനെ കൊണ്ടാണ്? ഏത് കൊച്ചു കുട്ടിയോടും ചോദിച്ചാൽ പറഞ്ഞു തരും ഏതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുക. അത് ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ടാണെന്ന് കുറച്ച് പഠിച്ചവരാണെങ്കിൽ പറയും, സയൻസിലൂട്ടിയാണ്. അതിലല്ല എന്താ ഇത്ര വലിയ ആശ്ചര്യം ആത്മീയത കിടക്കുന്നത്? ആത്മീയവാദികൾ പറഞ്ഞേ സയൻസുമായിട്ട് ഇതിനൊന്നും ബന്ധമില്ല, ഇതെന്തോന്ന് മറ്റേതാണ്. കാരണം അജ്ഞാനികള് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് അദ്ദേഹത്തിന് വേദങ്ങൾ ഉപദേശിച്ചു. അതുപോലെ ആ പരമാത്മാവിന്റെ സ്വരൂപത്തിന്റെ ജ്ഞാനം ലഭിക്കാൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കും അദ്ദേഹത്തെ തന്നെ ആശ്രയിക്കാനേ പറ്റുള്ളൂ. ബ്രഹ്മാവിന് പോലും സയൻസ് ഉപദേശിച്ചു കൊടുത്ത അങ്ങേരാണ്. സൃഷ്ടി നടത്താനുള്ള സയൻസും അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്കും അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കുക വഴിയുള്ളൂ, വേറൊരു വഴിയുമില്ല ലഭിക്കാൻ. തൻ്റെ തന്നെ ഹൃദയത്തിൽ വസിക്കുന്ന, അപ്പം അതിനെ വേറെ അടി അന്വേഷിക്കണ്ട, എവിടെ തന്നെയുണ്ട്? തൻ്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ഹൃദയത്തിൽ എന്ന് പറയാൻ എന്താ കാരണം? അദ്ദേഹം തന്നെയാണ് ഈ തലയും മുടിയെല്ലാം ആയിട്ടുണ്ട്. ഈ മുടിയെല്ലാം അത് തന്നെയാണ്, തൂണിലും തുരുമ്പിലും എല്ലാം ഉള്ളത് അത് തന്നെയാണ്. അപ്പം പിന്നെ ഹൃദയത്തെ തപ്പുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനെന്നത് ഒരു ജീവിയാണ്. ജീവിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഹൃദയത്തിലെ നാഡികളിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ നാഡികളും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹൃദയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചാണ് അതിനെ ഞാനെന്ന ചിന്തയെല്ലാം ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടിക്ക് നമ്മൾ ഹൃദയത്തിൽ പോയി നോക്കണം. ഇത് വെറും ജഡമാണ്. നമ്മളെ ഞാനാക്കുന്നത്, ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നതെല്ലാം ഹൃദയത്തിലെ ആ നാഡികൾ കേന്ദ്രീകരിക്കുന്ന അവിടെ വെച്ചാണ്. അതുകൊണ്ട് ആ ജ്ഞാനം തികയാൻ ബ്രഹ്മാവിനെ അവിടെ തിരഞ്ഞാൽ മതി. ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന ശക്തി അതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. എന്നിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് നമ്മളുടെ നാഡീ സിസ്റ്റങ്ങളാണ്. ആ നാഡീ സിസ്റ്റങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്
ഹൃദയത്തിലാണ്. അപ്പൊ ഹൃദയത്തിലൂടെയാണ് ആ ശക്തിവിശേഷം നമ്മളെ ഈ കളികളെല്ലാം ഗോഷ്ഠികളെല്ലാം നമ്മളെ കൊണ്ട് കാട്ടിപ്പിക്കുന്നത്. അപ്പൊ ആ ശക്തിയെ തിരിച്ചറിയ ഏറ്റവും നല്ല കേന്ദ്രം ഏത് തന്നെയാണ്? ചിന്തയിലൂടെ ഹൃദയത്തിലേക്ക് തന്നെ എത്തുകയാണ്. അതിലും എല്ലാം സയൻസാണ് ഉള്ളത്, വേറൊന്നുമല്ല. നാഡികളെ കേന്ദ്രം അവിടെ ആയതുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞത്. ഞാനെന്ന ചിന്ത ഉണ്ടാകുന്നത് ഈ ഹൃദയത്തിലുള്ള നാഡിയിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന ഒരു നാഡിയിലൂടെയുള്ള അവയുടെ ഇന്ററാക്ഷനിലൂടെയാണ് ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാകുന്നത്, നമ്മളെ ആക്ടിവിറ്റി എല്ലാം വരുന്നത്. അപ്പൊ ആ ശക്തിവിശേഷത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിക്ക് ഹൃദയത്തിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കുക നിങ്ങളെ ചിന്തകളെ. അതും സയൻസ് തന്നെയാണ്, അല്ലാതെ ആത്മീയം എന്ന് പറയാൻ ഇവിടെ ഒരു ചുക്ക് വട്ടപൂജ്യമാണ്. ആത്മാവ് എന്നതൊന്നുണ്ട്, അതൊരു സയൻസ് പ്രതിഭാസമാണ്, അതൊരു പ്ലാനാണ്. ശക്തനായ പരമേശ്വരനെ മോക്ഷേച്ഛയോടെ ശരണം പ്രാപിക്കണം. അപ്പൊ ആ ഹൃദയത്തില് നമ്മൾ നമ്മളെ കേന്ദ്രം ചിന്തകളെ ആ ഹൃദയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ ചിന്തകളെ ഹൃദയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം നമ്മളെ നാഡികളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുകയാണ്. എന്നിട്ട് എവിടത്തേക്ക് എത്തിക്കുകയാണ്? ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ്. അതോടുകൂടി നമ്മളെ ചിന്തകളെല്ലാം തീർന്നു, നമ്മളെ ശരീരവുമായിട്ടുള്ള ബന്ധം അങ്ങ് തീരും. നമ്മളെ ശരീരം നിശ്ചലമാക്കുമ്പോൾ നമ്മളെ നാഡികളുടെ പ്രവർത്തനമെല്ലാം ഹൃദയത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. ആ അവയവങ്ങൾ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നതെല്ലാം നമ്മൾ നിശ്ചലമാക്കിയാൽ പിന്നെ ഈ നാഡികളൊന്നും ഇവിടെ നിന്ന് പ്രവർത്തിപ്പിക്കുന്നില്ല. മനസ്സിനെയും കൂടി അവിടത്തേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സും എല്ലാ നാഡികളും നിശ്ചലമായി. അപ്പോൾ ഇവിടെ ആ ശക്തിക്ക് എന്നെ ചലിപ്പിക്കാൻ കഴിയില്ല, ആ അവസ്ഥയെത്തും. അതായത് വട്ടപൂജ്യമായ അവസ്ഥ. ആ വട്ടപൂജ്യം തന്നെയാണ് ബ്രഹ്മം. കാരണം ബ്രഹ്മത്തിന് എന്തില്ല? വികാര വിചാരങ്ങളില്ല. അതേപോലെ എനിക്കും എന്തില്ല? വികാര വിചാരങ്ങൾ നശിക്കുകയാണ്. അപ്പം മനസ്സിനെയും കൊണ്ടേ അവിടെ തളർത്തണം. ശരീരത്തെ മുഴുവൻ തളർത്തിയിട്ട് മനസ്സിനെയും അവിടെ കൊണ്ട് കേന്ദ്രീകരിക്കണം. അദ്ദേഹം തന്നെ ഈ സംസാര ചക്രത്തിൽ നിന്നും മോചനം എന്നെ മോചിപ്പിക്കട്ടെ എന്ന ചിന്തയോടുകൂടി നമ്മൾ മനസ്സിനെ എപ്പോഴും അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു, ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, മനസ്സിനെ അവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ നമ്മളും ബ്രഹ്മസമാനമായി മാറും. പക്ഷെ അതാർക്കേ പറ്റുകയുള്ളൂ? കർമ്മം തീർന്നവർക്കേ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് ഓരോ ചിന്ത ഉണ്ടാക്കിയിട്ട് ഓടിപ്പിക്കും, നമുക്കതിന് പറ്റില്ല, ഇമ്പോസിബിൾ. നമ്മളെ കർമ്മമെല്ലാം തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ ബ്രഹ്മസാക്ഷാത്കാരം. അതാണ് ആത്മീയത കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി 19 16 കലകളോടുകൂടിയ സാധകൻ. അപ്പം നമ്മൾ 16 കലകളോടുകൂടിയ നമ്മൾ എന്ത് വേണം? സംസാര ബന്ധമില്ലാത്തവനായി. ഈ സംസാരത്തിൽ ഒരാളുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല. ഈ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭാര്യയില്ല, മക്കളില്ല, ജോലിയില്ല, സ്വത്തില്ല, വസ്ത്രത്തിൽ താല്പര്യമില്ല, ഉടുതുണിയിൽ പോലും താല്പര്യമില്ല, ഒന്നിലും താല്പര്യമില്ലാത്തവനായി, ക്രിയാശൂന്യനായി, പിന്നെ ഒന്നും പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവനായി. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അത് ആ ശക്തി വിചാരിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. ക്രിയാശൂന്യനായി, അവൻ്റെ ക്രിയകൾ തീർന്നു. പരമശാന്തനായി, അപ്പോൾ ഒരു ക്രിയ ഇല്ലാതിരിക്കുമ്പോൾ അവൻ്റെ മനസ്സും പരമശാന്തനായി. ആ അവസ്ഥയിൽ എത്തിയവർക്കേ അത് പറ്റുള്ളൂ ആത്മീയത. സകല ദോഷങ്ങളിൽ നിന്ന് ഒരു ദോഷവും ഇല്ലാത്തവനായി ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തി യാതൊരു അമൃത സ്വരൂപനായ ആ പരമാത്മാവിനെ ആശ്രയിച്ച് സംസാര സാഗരത്തെ മറികടക്കുവാൻ സാധിക്കുന്നുവോ, അപ്പോൾ പരമാത്മാവിനെ ആശ്രയിച്ച് സംസാര സാഗരത്തെ മറികടക്കാൻ വേണ്ടിയിട്ട്
എങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിജ്വലിച്ചു കഴിഞ്ഞ ആ ചാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കനൽ ഇങ്ങനെ ഒന്ന് മാറ്റുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തീപ്പൊരി ഇങ്ങനെ കനലിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കും കത്തിക്കഴിഞ്ഞ ചാരത്തിൻ്റെ ഇടക്ക്. അതുപോലെ നമ്മളെ ജീവിതം ഒരു ചാര സമാനമാക്കണം ശരീരത്തിൻ്റെ പ്രവർത്തനം. അതായത് പ്രവർത്തനം തീർന്നു കഴിഞ്ഞാലേ ഇത് സാധിക്കുകയുള്ളൂ എന്നാണ് അർത്ഥം. നമ്മളെ ജീവിതമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ ചാമ്പലിന് സമാനമാണ്. അത് എല്ലാം കത്തിജ്വലിച്ച് അടുപ്പിൽ ഭക്ഷണം എല്ലാം പാകം ചെയ്ത് കരിയായി. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് തീക്കനൽ പിന്നെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമ്മളെ ചിന്തകളെ എന്ത് വേണം? ആ ബ്രഹ്മത്തിൽ തന്നെ, ഹൃദയത്തിലുള്ള ബ്രഹ്മത്തിലേക്ക് കേന്ദ്രീകരിക്കണം. ഇനി ജ്ഞാനസ്വരൂപനും പരമ ചൈതന്യവും നിർഗുണനുമായ പരമാത്മാവിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ആ കനല് പോലെ, ആ ചാരം മൂടിയിരിക്കുന്നിടത്തു നിന്ന് കനലിങ്ങനെ ജ്വലിക്കുന്നത് പോലെ നമ്മൾ ശാന്തമായിരുന്നിട്ട് നമ്മളെ കർമ്മങ്ങളെല്ലാം തീർന്നു അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, ഏതിന്? ജ്ഞാനസ്വരൂപനായ പരമചൈതന്യവാനായ നിർഗുണ, ഒരു ഗുണവുമില്ലാത്ത ആ ബ്രഹ്മത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. 20 തുകല് ചുരുട്ടുന്നവർ ഒരു തോലെടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടുന്നത് പോലെ ആകാശത്തെ ചുരുട്ടുവാൻ നമുക്കാവില്ല. എത്രമാത്രം ആളുകളെ സംഘടിപ്പിച്ചാലും ആകാശത്തെ ചുരുട്ടാൻ പറ്റില്ല. അതുപോലെ പരമാത്മാവിനെ അറിയാത്ത ആർക്കും ആകാശത്തിന് ചുരുട്ടുന്നത് പോലെ പ്രയാസമാണ് പരമാത്മാവിനെ പറ്റി മനസ്സിലാക്കാത്ത ആർക്കും സംസാര സാഗരം മറികടക്കാനാവില്ല. അപ്പോൾ നമ്മുടെ ചിന്ത അതിലേക്ക് എത്താത്തിടത്തോളം കാലം, ഈ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് സ്വയം അതിലേക്ക് അർപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് സംസാര സാഗരത്തെ മറികടക്കാൻ ആവില്ല. നമ്മൾ ജനിച്ചു മരിച്ചുകൊണ്ടേ ഇരിക്കും. ആ ചിന്ത എപ്പോഴേ ഉണ്ടാവുകയുള്ളൂ? വിരക്തി വരുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം തീരണം, വിരക്തി വരണം. വിരക്തി വരുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിക്കും, നമ്മളെ ചിന്ത അതിലേക്ക് പോകും. അതായത് ദുഃഖമകറ്റി പരമാത്മാവിനെ പ്രാപിക്കാൻ. അപ്പം ദുഃഖം മാറണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും എന്ത് തന്നെയാണ്? ദുഃഖം തന്നെയാണ്. ഭൗതിക ലോകത്തിൽ ദുഃഖമേ ഉള്ളൂ, സുഖം കിട്ടില്ല. വേദം 100% പറയുന്നു, നിങ്ങൾക്ക് ദുഃഖം തീരണ്ടെങ്കിൽ എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് ഉള്ളിലേക്ക് പോവുക, അല്ലാതെ ദുഃഖം മാറുന്ന പരിപാടിയില്ല. നിങ്ങൾ എന്ത് വഴിപാട് നടത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നിന്ന് ഒരു മോക്ഷവും ലഭിക്കില്ല. വെറുതെ അതും ഇതുമെല്ലാം കാട്ടി നടക്കാമെന്നല്ലാതെ ദുഃഖത്തിന് ശമനം കിട്ടില്ല. ജീവിതം എന്നത് ദുഃഖമാണ്. അതിൽ നിന്നുള്ള മോചനം ഒറ്റൊന്നേ ഉള്ളൂ, എല്ലാം വിട്ടുകിട്ടിയിട്ട് വിരക്തി വന്നിട്ട് പോവുക. അതെല്ലാവർക്കും പറ്റുന്ന കാര്യവുമല്ല. അപ്പോൾ അതായത് ദുഃഖമകറ്റി പരമാത്മാവിനെ പ്രാപിക്കാൻ മനസ്സിനെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി. അപ്പം നിങ്ങളെ ദുഃഖം മാറാനാണ് പറയുന്നത്. അപ്പം ജീവിതം എന്നത് ദുഃഖമാണ്. ദുഃഖം ഉണ്ടാകുമല്ലേ നമ്മൾ അമ്പലത്തിൽ അവിടെ ഇവിടെയെല്ലാം പോയിട്ട് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ദുഃഖം മാറ്റി തരണേന്ന്. ദുഃഖം മാറാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു ഉപനിഷത്ത് ആദ്യം തൊട്ട് അവസാനം വരെ പറയുകയാണ്. അതുകൊണ്ട് ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല, ഉള്ള പൈസയും കൂടിയും പോകും, സമയവും വേസ്റ്റ്. അതുകൊണ്ട് എന്ത് വേണം? അതിനാൽ ദുഃഖമകറ്റി പരമാത്മാവിനെ പ്രാപിക്കാൻ മനസ്സിനെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി, മനസ്സിനെ മറ്റുള്ള ചിന്തകളിൽ നിന്നെല്ലാം, ഭാര്യ, മക്കള്, കുടുംബം, വസ്തു, പ്രോപ്പർട്ടി, പണം, ദൂരം, ഇതെല്ലാം മാറ്റിയിട്ട് അദ്ദേഹത്തെ അറിയുവാനുള്ള തീക്ഷ്ണമായ ചിന്തയോടെ ഇരിക്കുക. എവിടെയെങ്കിലും വല്ല ഗുഹയിലും പോയിട്ട് അദ്ദേഹത്തെ അറിയാനുള്ള തീക്ഷ്ണമായ, എവിടെ നോക്കണ്ട, ഹൃദയത്തിൽ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ പിന്നെ ദുഃഖം മാറാനുള്ള ഒരു വഴി പറഞ്ഞിട്ടുണ്ടല്ലോ,
എല്ലാം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക. എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യമാണ്. പിന്നെ എന്ത് ദുഃഖം? നമ്മൾ വല്ലവരെ വീട്ടിൽ കിടക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ പറയും തെങ്ങ് തലതിരിച്ച് കുഴിച്ചിടും എന്ന് പറയും. നമ്മൾ തലതിരിച്ച് വിടും. നമുക്കറിയാം അതിൻ്റെ തേങ്ങ അടിയിൽ വെച്ചിട്ടല്ലേ നടണ്ട. അങ്ങനെയല്ല, തലയെടുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ മറ്റേ എടുത്ത് പൊന്തിച്ച് വെക്കണം. നമ്മൾ അങ്ങനെ നട്ടു കൊടുക്കും. നമുക്കെന്ത്? പിറ്റേ ദിവസം കരിഞ്ഞും പോകും. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അയാൾ പറയുന്ന കാര്യം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടണം, അത്ര. അതുപോലെ ജീവിതത്തിൽ എല്ലാം അതിനായിക്കൊണ്ട് ചെയ്യുക. അപ്പൊ ഗുണമായാലോ ദോഷമായാലോ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല, ഒരു ദുഃഖമില്ല. അതാണ് കർമ്മമാർഗം. എല്ലാം നിസ്വാർത്ഥമായിട്ട് അതിനായിക്കൊണ്ട് ചിന്തുക. അപ്പം ഞാനെന്ന ചിന്ത പാടില്ല, നമ്മുടെ ബന്ധുക്കളെ പറ്റിയുള്ള ചിന്തയൊന്നും പാടില്ല, കളയുക. പക്ഷേ ബന്ധുക്കളെയെല്ലാം പോറ്റേണ്ടത് അതും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു, മനസ്സ് തോന്നും, അത് ചെയ്യുന്നു ആ നിലയിൽ മാത്രം. ഇനി 21 പറയാണ് ശ്വേതാശ്വത മഹർഷി. അപ്പൊ ഈ ശ്വേതാശ്വതോപനിഷത്ത് എന്ന് പറയാൻ കാരണം ശ്വേതാശ്വത മഹർഷിയാണ് ഇത് ഇരുന്നിട്ട് കണ്ടെത്തിയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ശ്വേതാശ്വത മഹർഷി തപസ്സിലൂടെ അദ്ദേഹം തപസ്സിലൂടെ സകല വിഷയസുഖങ്ങളെയും പരിത്യജിച്ച്, അപ്പൊ ഇതെഴുതിയ ഋഷി എന്ത് ചെയ്തിട്ടുണ്ട്? തപസ് എന്ന് പറഞ്ഞാൽ ആ ചിന്ത ഹൃദയത്തിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ട് സകല വിഷയസുഖങ്ങളെയും പരിത്യജിച്ച് സംയമനത്തോടെ ജീവിതം നയിച്ച് നിരന്തരം പരമാത്മചിന്തയിൽ മുഴുകി ആ പരമാത്മാവിൻ്റെ ദയയാൽ അദ്ദേഹത്തെ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ആ പരമാത്മാവിന് ദയ തോന്നിയിട്ടാണ് ഈ ജ്ഞാനം അങ്ങേർക്ക് മനസ്സിലുണ്ടാക്കി കൊടുത്തത്. അല്ലാതെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇദ്ദേഹത്തെ ഈ പരമാത്മാവിനെ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അവർക്ക് പറ്റിയില്ല. ആ വഴി പറ്റില്ല. പരമാത്മാവിനെ മനസ്സിലാക്കാനുള്ള വഴി സയൻസിലൂട്ടിയൊന്നും പറ്റില്ല. അത് ചെയ്യണ്ടെങ്കിൽ എല്ലാം ത്യജിച്ച് വേദങ്ങളെ തന്നെ കളഞ്ഞിട്ട് ഒരു ചുക്കിൻ്റെ ആവശ്യമില്ല, ഒരു വിദ്യാഭ്യാസവും ആവശ്യമില്ല. തന്നിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് എല്ലാ പ്രവർത്തനങ്ങളെയും നിരോധിച്ച് വിരക്തി വന്ന് തന്നിലേക്ക് തന്നെ തിരിയുമ്പോൾ ഈ ശ്വേതാശ്വതര മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ കൃപ തോന്നി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അയാൾക്ക് ചിന്തിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അയാൾ വേറെ ചിന്ത വെച്ചുകൊണ്ട് വേറെ വല്ലതിൻ്റെയും പിന്നെ അങ്ങനെ വേദങ്ങളെല്ലാം എടുത്താൻ നടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉപനിഷത്ത് എഴുതിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ശേഷമാണ്. അതിലിടക്ക് അയാൾ ഇരുന്ന് ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയപ്പോൾ അങ്ങേർക്ക് മനസ്സിലായി ഇതാണ് ബ്രഹ്മം, ഇങ്ങനെ ഒരു കക്ഷിയുണ്ട്, ബ്രഹ്മമുണ്ട്. അത് മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് അദ്ദേഹം ഇത് എഴുതിയത്. അദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരം പോയിട്ടില്ല, ബ്രഹ്മത്തിൽ പോയി ലയിച്ചു പോയിട്ടില്ല. കൃപ തോന്നിയിട്ട് ജ്ഞാനം കൊടുത്തിട്ടേ ഉള്ളൂ. അതിൽ പോയി ലയിച്ചു പോയിരുന്നത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയിരുന്ന പിന്നെ ഇത് ഉപനിഷത്ത് എഴുതൂല്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ അറിഞ്ഞു. പിന്നീട് ഋഷിമാരാൽ സേവിതനായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നാലെ കുറെ ഋഷികളെല്ലാം കൂടി അങ്ങനെ അഹങ്കാരരഹിതനായിട്ട്, പിന്നെ അങ്ങേക്ക് അഹങ്കാരമൊന്നുമില്ല. കാരണം പിന്നെ അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്? എല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന നിലയിലെത്തി. അങ്ങനെ അദ്ദേഹം ഈ അഹങ്കാരങ്ങളെല്ലാം ഇല്ലാതായി, ഞാനെന്ന ഭാവമെല്ലാം ഇല്ലാതായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അഹങ്കാരരഹിതനായിട്ട് ഈ തത്വങ്ങളെല്ലാം ആ ഋഷികൾക്കെല്ലാം ഉപദേശിച്ചു. ഇനി 22 ഈ പരമരഹസ്യമായ ജ്ഞാനം പൂർവകൽപ്പത്തിലും വേദത്തിൻ്റെ അന്തിമ ഭാഗമായ ഉപനിഷത്തിലും, കാരണം വേദത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിലധികവും സയൻസാണ്. ബ്രഹ്മത്തെ പറ്റിയുള്ള പരാമർശം അവിടെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ശേഷമുണ്ടായതാണ് ഉപനിഷത്തുക്കളിലൂടെയാണ് ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള പരാമർശം കൂടുതലുള്ളത്. അപ്പം
ഉപനിഷത്തിലൂടെ നല്ലവണ്ണം വിസ്തരിച്ചിരിക്കുന്നു. വേദങ്ങളിൽ കുറച്ച് പറഞ്ഞിട്ട് ഉപനിഷത്തിലൂടെ വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. യാതൊരുവന്റെ അന്ധകരണം വിഷയസുഖങ്ങളാൽ ശൂന്യമായി സർവത്ര ശാന്തമായിരിക്കുന്നുവോ അങ്ങനെ ഉള്ളവർക്ക് ഇത് ശാന്തമാകാതിരിക്കുന്നുവോ, യാതൊരുവന്റെ അന്ധകരണം വിഷയസുഖങ്ങളാൽ ശൂന്യമായി സർവത്ര ശാന്തമാകാതിരിക്കുന്നുവോ, അതായത് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തികൾക്ക്, അതായത് ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ച് മനസ്സ് ശാന്തമാകാതിരിക്കുന്ന വ്യക്തികൾക്ക്, അതായത് നമ്മളെപ്പോലെയുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് ഉപദേശിക്കരുത് എന്ന് പറയുകയാണ്. അപ്പം നമ്മളിന്ന് എല്ലാവരെയും വിചാരിച്ചിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഇത് ഉപദേശിക്കാൻ പാടില്ല. കാരണം ഇത് ആർക്കുള്ളതാണ്? വിരക്തി വന്ന് ജീവിതം മടുത്ത് വിരക്തി വന്നവർക്കുള്ളതാണ്. അവർക്കേ ഇത് ഉപദേശിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ തരത്തിൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ഹൃദയത്തിലേക്ക് എല്ലാം വിട്ടിട്ട് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കും. എല്ലാതവര് വീട്ടിലെ കുടുംബകാര്യങ്ങളും മക്കളെ കെട്ടിക്കണ്ടിയും സ്ഥാപനത്തിൽ പ്രമോഷൻ കിട്ടാനെല്ലാം ചിന്തിച്ച് അടക്കുന്നവരെ വിളിച്ചിരുത്തിയിട്ട് ഉപനിഷത്തിലെ ഈ ആത്മതത്വങ്ങളൊന്നും ഉപദേശിക്കാൻ പാടില്ല. പക്ഷേ പുത്രനോ ശിഷ്യനോ നൽകാം. എന്നാൽ ഇങ്ങനത്തെ ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ശിഷ്യനുണ്ടെങ്കിൽ അവർക്ക് നൽകാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. അവരെ അധികാരികളാക്കേണ്ടത് പിതാക്കന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ കടമയാണ്. അപ്പം ഗുരുക്കന്മാരുടെ കടമയാണ് നമുക്കാരെങ്കിലും ശിഷ്യന്മാരുണ്ടെങ്കിൽ അല്ലെ ഞങ്ങളെ പുത്രന്മാരുണ്ടെങ്കിൽ അവരെ ഉപദേശിച്ച് കൊടുക്കേണ്ടത് അവരുടെ ഒരു കടമയാണ് എന്ന നിലയിൽ ഉപദേശിക്കാം. അല്ലാതെ വഴിയെ പോന്ന ആൾക്കാരെയൊന്നും വിളിച്ചിട്ട് ആത്മതത്വം ഉപദേശിക്കരുത്. ഇനി 23 പരമേശ്വരനിൽ പരമമായി ഭക്തിയുള്ള സാധകന്, അപ്പൊ സാധകൻ എന്തായിരിക്കണം? പരമേശ്വരനിൽ പരമമായ ഭക്തി ഉണ്ടാകണം. ആദ്യം അവന് വിരക്തി വരണം. വിരക്തി വരുമ്പോഴേ അവന് തന്നിൽ തന്നെയുള്ള ഈ ശക്തിയിലേക്കുള്ള ചിന്ത പോവുകയുള്ളൂ. എല്ലാതോടൊപ്പം ഭൗതിക സുഖങ്ങൾ കണ്ണും കാതും എല്ലാത്തിലൂടെ കേൾക്കുന്നതിൻ്റെ പിന്നാലെയാണ് പോവുക. കണ്ണിലൂടെ കാണുന്ന കേൾക്കുന്ന എല്ലാം വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നവരാണ് അജ്ഞാനികൾ. അവര് കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ട അതിൻ്റെ പിന്നാലെ എന്തെല്ലോ കാട്ടിക്കൂട്ടാൻ വേണ്ടി നടക്കും. അതിൻ്റെ ജീവിത ദുഃഖവുമായിരിക്കും ഫലം. അല്ലാതെ അതെല്ലാം തീർന്നു കഴിഞ്ഞ് കർമ്മം തീർന്നവരില് അപ്പോൾ അവൻ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു ശക്തിയെ പറ്റിയുള്ള ചിന്ത, പരമേശ്വരനെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവുക. അതാണ് ഭക്തി. അവന്റെ ഹൃദയത്തിൽ, ഗുരുവിന്റെ ഹൃദയത്തിലേതെന്ന പോലെ അവിടെ പഠിപ്പിക്കുന്ന ഗുരുവിന്റെ ഹൃദയത്തിലും, ഗുരു അപ്പോൾ അതേ അവസ്ഥയിലായിരിക്കണം. ഗുരു ഏകദേശം ഇതേ അവസ്ഥയിലുള്ള ഗുരുവിനെ ഉപദേശിക്കാനും അർഹതയുള്ളൂ. അപ്പൊ ആ ഗുരുവിന്റെ അതേ ഹൃദയത്തിലുള്ള അതേ അവസ്ഥയിൽ ഈ രഹസ്യം തെളിഞ്ഞു വരുന്നു. അപ്പോൾ അവന്റെ ഉള്ളിലും ഈ സത്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തെളിഞ്ഞു വരും. ആരും പാടുപെട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനാൽ ജിജ്ഞാസുക്കൾ, അപ്പൊ ജിജ്ഞാസുക്കളായ ആൾക്കാർക്ക്, അതായത് ജീവിതത്തിലെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് ചുമ്മായിരിക്കുമ്പം ആ പരമേശ്വരന് തന്നെ കൃപ തോന്നുമ്പോൾ നമ്മളിൽ ജിജ്ഞാസയുണ്ടാകും. ആ ജിജ്ഞാസയുണ്ടാകുമ്പോൾ ജിജ്ഞാസുക്കൾ പൂർണ്ണ ശ്രദ്ധാലുവും ഭക്തനുമായിരിക്കണം. പൂർണ്ണ ശ്രദ്ധാലു, ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. മനസ്സിലൂടെ ചിന്തിച്ച് നമ്മളെ നാടികളിലൂടെ എല്ലാം ആ പറഞ്ഞ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുന്നവനായിരിക്കണം. പൂർണ്ണ ശ്രദ്ധാലുവും ഭക്തനുമായിരിക്കണം. അങ്ങനെ ഭക്തനായിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ ശുദ്ധമായ ആശയങ്ങൾ പ്രകാശിക്കും. ഇതുവരെ പറഞ്ഞ ആ ബ്രഹ്മരഹസ്യം അവരുടെ മനസ്സിൽ ഇങ്ങനെ പ്രകാശിച്ചു വരും. അപ്പം
ബ്രഹ്മ അതായത് ആത്മീയത ഇതാണ്. അതിന് അർഹത നമ്മളെ കർമ്മങ്ങളെല്ലാം ജീവിതത്തിൽ തീരണം, ഇനിയുള്ള ജന്മത്തിലും. അപ്പോൾ അത് തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉണ്ടാക്കാതെ വരും. പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്, പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം വിരക്തി വരും. വിരക്തി വരുമ്പോൾ നമ്മളെ എന്താണ് ഈ ജീവിതം എന്ന് സ്വയം ചിന്തിക്കും. അപ്പോഴവൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ ജ്ഞാനം തെളിഞ്ഞു വരും. അതോടുകൂടി ശ്വേതാശ്വതരോപനിഷത്ത് അവസാനിക്കുകയാണ്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ 61ാമത്തെ ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്.